പുതിയൊരു പുലരിയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു ദിവസമായിരിക്കട്ടെ ഇന്നത്തേത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എന്നത്തെയും പോലെ നമ്മളിന്ന് കട്ടൻ ചായയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോഴേ സംസാരത്തിലും സ്വരത്തിലും ഒക്കെ കുറച്ച് വ്യത്യാസം കാണും, മറ്റൊന്നും കൊണ്ടല്ല. ഇവിടെ എല്ലാവർക്കും നല്ല രീതിക്ക് പനി കിട്ടി, അതുകൊണ്ടാണ് ഇഞ്ചി ചായയിൽ സ്റ്റാർട്ട് ചെയ്യണത്. നമ്മൾ പനി, ജലദോഷം, തുമ്മലൊക്കെ ഉള്ള സമയത്ത് നല്ല കട്ടൻ ചായയിൽ നല്ലൊരു വലിയ പീസ് ഇഞ്ചിയൊക്കെ കുത്തിയിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിനൊക്കെ ഒത്തിരി നല്ലതാണ്. തൊണ്ടക്കൊക്കെ നല്ല സുഖം കിട്ടും. ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ടിട്ടാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ചായ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു പരിപാടി എന്ന് വെച്ചാൽ അതൊരു ഗ്ലാസ് എടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്ന് സമാധാനത്തിൽ അകത്താക്കണം. അങ്ങനെ ചായ അകത്താക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. 2 ദിവസമായിട്ട് ഒട്ടും വയ്യാത്തതുകൊണ്ട് എന്താ പറയുക, ആങ്ങി ഓങ്ങിയൊക്കെയാണ് പണി തീർത്തത്. ഇന്നൊന്ന് ഇച്ചിരി തല പൊങ്ങിയതുകൊണ്ട് എഴുന്നേറ്റു. കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ തലപൊകൽ. വീണ്ടും പോയി കിടന്നു എന്നർത്ഥം. അപ്പോഴേ ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെമ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി കഴുകി വെച്ചതാണ്, എങ്കിലും കുറച്ച് ദിവസമായി നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് ഇടിയപ്പം, അരിപ്പത്തിരി അങ്ങനെയുള്ള സംഭവം. പുട്ട് എനിക്ക് ഇഷ്ടമല്ല. അതുണ്ടാക്കുമ്പോൾ അടുക്കളയിലൊക്കെ പൊടി നിറഞ്ഞതുപോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമില്ല. പക്ഷേ ഇവിടെ ഇക്കാക്കാണെങ്കിൽ 365 ദിവസം പുട്ട് കൊടുത്താലും കഴിക്കുന്നൊരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് പുട്ടിനോട് വിട പറഞ്ഞു. അപ്പോൾ ഇടിയപ്പം തന്ന് വെറുപ്പിച്ചു എന്ന് പറഞ്ഞ് പിള്ളേർ പരാതി പറഞ്ഞതിൻ്റെ പേരിൽ ഇടിയപ്പത്തിന് ഞാൻ കുറച്ച് ദിവസം ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇടിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തട്ടും ചെമ്പും പാത്രങ്ങളും ഒക്കെ കഴുകി അടപ്പത്തേക്ക് കുറച്ച് വെള്ളമായിട്ട് വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചിട്ടില്ല. ഇനിയിപ്പോൾ മുട്ടക്കറിയാണ് കൂടെ വെക്കുന്നത്. അപ്പോൾ 2 തവണ തീ കത്തിച്ചിട്ട് വേസ്റ്റ് ആക്കണ്ട, എളുപ്പം നമുക്ക് വേവിച്ചെടുക്കാനും സാധിക്കും. അതുകൊണ്ട് അതിനകത്തേക്ക് 3 മുട്ട കഴുകിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിണ്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പൊടി എടുത്തിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പല ആളുകളും പല രീതിക്കാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കി കണ്ടത് ഇങ്ങനെയാണ്. അത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ എന്നോട് ഇടിയപ്പം ഉണ്ടാക്കാൻ അറിയാത്ത ഒരുപാട് പേര് എന്നോട് കുറേയൊക്കെ നാൾ മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വെള്ളത്തിൻ്റെ അളവ് പറയാൻ അറിയില്ല. ഇത് ഇങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടിട്ടാണ് എത്ര വെള്ളം ആകുമെന്നുള്ള കണക്ക് പറയാത്തത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് എന്താ പറയുക, ഒരു കയ്യിലിൻ്റെ താഴ്ഭാഗം കൊണ്ട് ഇതുപോലെ മിക്സാക്കി കൊടുത്ത് നല്ലപോലെ കുഴഞ്ഞു കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ മാറ്റി വെക്കുകയാണ്. ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ആ ചൂട് അതിൽ തന്നെ ഇരിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അടുത്ത പരിപാടി നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കലാണ്. അതിന് വേണ്ടിയിട്ടേ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 സവാളയാണ് നമ്മൾ ഇതിനകത്തേക്ക് എടുത്തത്. തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സൗണ്ട് ഇടക്കിടക്ക് പോകുന്നുണ്ട്. വിക്കൽ വന്നെന്ന് ആരും ചോദിക്കേണ്ട, വയ്യായിക്കട്ടെ, ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതേ നമ്മൾ സവാളയൊക്കെ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടപ്പോഴേ അതിനകത്ത് ഒരു കല്യാണ ഫംഗ്ഷനുള്ള സവാളയും തക്കാളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ വെറും സെക്കൻഡുകൾ കൊണ്ട് കട്ട് ചെയ്യുന്നൊരു രീതി പറഞ്ഞിരുന്നു. ഇതാണ് ആ ഒരു രീതി. 2 കത്തി ഇങ്ങനെ വെച്ചിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ സവാളയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പം എത്ര വലിയ സവാളയും ഒരുപാട് സവാള ഉണ്ടെങ്കിലും നിമിഷ നേരങ്ങൾ കൊണ്ട് കട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. സംഗതി റെഡിയാണ്, കട്ട് ചെയ്ത് കിട്ടും. പക്ഷേ എൻ്റെ കൈക്ക് ഒരു ആവതില്ലാത്തത് കൊണ്ട്, പനിയുടെ ബുദ്ധിമുട്ട് കൊണ്ടിട്ടായിരിക്കും, ആവതില്ലാത്തത് കൊണ്ട് തന്നെ ആ പരിപാടി ഞാൻ അവിടെ വെച്ച് നിർത്തി. നമ്മുടെ മിക്സിക്കുട്ടനെ എടുത്തു. മിക്സിക്കുട്ടനെ ആകുമ്പോൾ കറക്റ്റായിട്ട് എളുപ്പത്തിൽ എനിക്ക് ചെയ്തും തരാറുണ്ട്. അതുകൊണ്ട് വേഗം അതിനകത്തേക്ക് ഞാൻ അതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഇതുപോലെ അടിച്ചപ്പോഴേക്കും കൊത്തി അരിഞ്ഞതിനേക്കാളും പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഇത് നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് ചൂടായി കിട്ടാൻ കുറച്ച് പണിയെടുക്കും. അതുകൊണ്ട് അവിടെ ചൂടായിട്ട് വരട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് തേങ്ങ പൊട്ടിക്കണം. തേങ്ങ വേണമല്ലോ. അപ്പോഴേ ഞാൻ ഇങ്ങനത്തെ രീതിയിലാണ് കേട്ടോ ഈ തേങ്ങയുടെ മുത്തി കളയുന്നത്. ഇതിന് വേറെ വല്ല രീതി ഉണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ നീറ്റാക്കി ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ പണിയൊക്കെ കഴിയുമ്പോൾ ഒരുപാട് ഭാരം നമുക്ക് തോന്നില്ല. ക്ലീനിങ്ങും അല്ലെങ്കിൽ പാത്രം കഴുകലും ഒക്കെ. ഇപ്പോൾ ഞാൻ ഈ ഒരു തേങ്ങ ഇതാക്കുന്ന സമയത്ത് അറിയാമല്ലോ, തേങ്ങ ഇതാക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ പൊടിയൊക്കെ പാറും. ആ ഭാഗം മുഴുവനും മെനകേടാകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അതവിടെ ഇട്ട് പോകാണ്ട് തേങ്ങ മൊത്തി കളഞ്ഞ ഉടനെ തന്നെ ഒരു തുണി എടുത്തിട്ട് അവിടെ മൊത്തം ഒന്ന് തുടക്കുക. കൂടെ എടുത്ത കത്തി എവിടെ നിന്നാണോ എടുത്തത് അത്
അവിടെ തന്നെ കൊണ്ടുവെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഭാരം ഉണ്ടാവില്ല. എല്ലാം നിരത്തി പറക്കി വലിച്ച് വാരിയിട്ട് കഴുകേണ്ടതും തുടക്കേണ്ടതും വരില്ല. ആ ഭാഗം അപ്പം തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഞാൻ കത്തിയും കൊണ്ട് വെച്ചു. അപ്പോൾ കണ്ടില്ലേ അത്രയും ക്ലീനായി. ഇനി നമുക്ക് തേങ്ങ പൊട്ടിക്കാം കേട്ടോ. തേങ്ങ പൊട്ടിക്കാനായിട്ട് ഒരു ട്രിക്സ് പറയണത്, ഈ 3 കണ്ണ് വരൂലേ തേങ്ങയുടെ ആ ഒരു ഭാഗം, അത് വെച്ചിട്ട് പൊട്ടിച്ചാൽ കറക്റ്റായിട്ട് പൊട്ടിക്കിട്ടും എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ തേങ്ങ വെള്ളം ഞാൻ അകത്താക്കി. എനിക്കെന്തോ പനിയുള്ളതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു, ഉള്ളിൽ നല്ല ദാഹം തോന്നുന്നു. അപ്പോൾ ഇന്ന് തേങ്ങ വെള്ളം ചോദിച്ച് പിള്ളേരാരും വന്നില്ല. അതുകൊണ്ട് ഞാൻ വേഗം അത് അകത്താക്കി. ഇനി ഇതൊന്ന് എപ്പോഴും നമ്മൾ തേങ്ങാമുറി എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കഴുകാൻ ശ്രമിക്കുക. എവിടെ നിന്നൊക്കെയോ കിടന്ന് കിട്ടുന്ന തേങ്ങയല്ലേ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് തേങ്ങ ചുരണ്ടി എടുക്കാം. എപ്പോഴും തേങ്ങ ചുരണ്ടാൻ മടിയുള്ള ആളാണ് ഞാൻ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ക്രിക്ക് കറക്കിയെടുക്കലാണ് പരിപാടി. അപ്പോൾ ഇത് തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നു. ഇനി അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ മൺചട്ടിയിലുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ചൂടിൽ കിടന്ന് കരിഞ്ഞൊന്നും പോകാണ്ട് അവിടെ നിന്ന് വഴന്ന് നമുക്ക് കിട്ടും. പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും. ആ സമയത്താണ് ഞാൻ ഇടിയപ്പച്ചെമ്പ് തീ കത്തിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മുടെ പൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കയ്യിലിൻ്റെ ആ ഒരു കണയിലുള്ള പൊടികളൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്നുകൂടി ഇതുപോലൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ആകുന്നത് വരെ, പൊടിയൊക്കെ നന്നായിട്ട് കൂടി വരുന്നത് വരെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഒരു തുള്ളി ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കണ്ടില്ലേ, ഇട്ടുപോലെ കിട്ടും. ഉമ്മച്ചിങ്ങനെ നമുക്ക് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. കാരണം പൊടി കുഴക്കുന്ന സമയത്ത് നല്ല രീതിക്ക് ഉള്ളിലുള്ള ആ ഒരു കട്ടപ്പൊടി ഉണ്ടല്ലോ അതൊക്കെ കുഴഞ്ഞ് എടുത്താൽ മാത്രമേ നല്ല നൂല് പോലത്തെ നല്ല ഇങ്ങനെ വലിച്ചെടുക്കാവുന്ന രീതിയിലുള്ള ഇടിയപ്പം കിട്ടുള്ളൂ. പിന്നെ നല്ല പോലെ തട്ടിലൊക്കെ എണ്ണ തൂവി കൊടുത്താൽ എളുപ്പം ഇതിനകത്തുനിന്ന് ഇങ്ങനെ അടന്ന് കിട്ടും. പിന്നെ തേങ്ങ ഇട്ടിട്ടുള്ള ഇടിയപ്പമാണ് നല്ലത്. അതൊക്കെ ശരി തന്നെയാണ് കേട്ടോ. തേങ്ങ ഇട്ടിട്ടുള്ള ഇടിയപ്പമാണ് നമുക്ക് കഴിക്കാൻ ടേസ്റ്റ്. പക്ഷേ ഇപ്പോൾ പല ആളുകളും തേങ്ങയൊന്നും എടുക്കാറില്ല. അപ്പോഴേ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഓരോ ഉരുളകളായിട്ട് ഇതുപോലെ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സേവനായിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ആ സമയത്ത് നമ്മൾ പൊടിയിലിട്ടിട്ട് കയ്യിലേക്ക് പൊടിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സേവനായിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോഴേക്ക് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് പോരാ. ഇനിയും വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോയി. ഇടിയപ്പം പീച്ചുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ കൂന പോലെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് പീച്ചരുതെന്ന് പറയാറുണ്ട് ഉമ്മച്ചി എപ്പോഴും. അത് തിന്നാനും രസം ഉണ്ടാവില്ല, കാണാനും ഭംഗി ഉണ്ടാവില്ല. ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ചരിച്ച് പിടിച്ച് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇടിയപ്പം പീച്ചുവാണെന്നുണ്ടെങ്കിൽ ഇടിയപ്പം നല്ല ഭംഗിയിൽ നമുക്ക് പീച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നാണ് ഉമ്മച്ചി പറയാറുള്ളത്. കാര്യം ശരിയാണ് കേട്ടോ. പല വീടുകളിലും പോയിട്ട് ഇടിയപ്പം ഉണ്ടാക്കി തരുന്ന സമയത്ത് അവരുടെ ഇങ്ങനെ കൂന പോലെ ഇരിക്കുന്നത്, അതായത് ഇങ്ങനെ പൊങ്ങി അങ്ങനെ ഇരിക്കുന്ന രീതിയിലാണ് എനിക്ക് കാണാറുള്ളത്. കഥയൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇടിയപ്പം ചുട്ടെടുക്കാം. അതെ, ഇടിയപ്പത്തിൻ്റെ ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളോട്. എനിക്ക് ഇതിൽ എക്സ്ട്രാ ഒരു തട്ടും കൂടി ഉണ്ട് കേട്ടോ. പണ്ട് എൻ്റെ ഉമ്മച്ചി സെപ്പറേറ്റ് തട്ട് വാങ്ങിച്ച് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം എന്താണെന്നറിയോ? ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ഇതുപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താണെന്നറിയോ, ഒന്നും കൂടെ വഴന്ന് കിട്ടാനായിട്ട്. നിങ്ങളോട് സംസാരിച്ച് വന്നപ്പോഴേക്കും ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ ഈ സമയത്താണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയിട്ട് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ സംഭവം ഞാൻ പറയാം. ഇതാണ് അതിൽ എക്സ്ട്രാ തട്ടെന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയതല്ല, ഇതിന് മുമ്പുള്ള ഇടിയപ്പച്ചെമ്പ് ചീത്തായി പോയ സമയത്ത് ഉണ്ടായിരുന്നതാണ്. ആ ഒരു തട്ടിലേക്ക് ഞാൻ പീച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മളുടെ ആ ഒരു ഇടിയപ്പം ഉണ്ട്, ഇത് വേകുന്ന ഗ്യാപ്പിലാണ് ഞാനത് പീച്ച് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് തീ ഒരുപാട് വേസ്റ്റ് ആവില്ല, സമയം വേസ്റ്റ് ആവില്ല, വേഗം നമുക്ക് എടുത്ത് വെക്കാം. കണ്ടില്ലേ, ഈ സമയത്ത് ആ ഒരൊറ്റ ഇടിയപ്പത്തിൻ്റെ തട്ടിൽ ഇടിയപ്പം വേകുന്ന സമയത്ത് നമ്മുടെ മുട്ടയും നമുക്ക് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇടിയപ്പം നമ്മൾ പൊടി വാട്ടിയെടുത്ത പാത്രം ഞാൻ കഴുകി എടുത്ത് വെച്ചു. അതിലെ പൊടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇനി അതിന് വേണ്ടിയിട്ട് വേറൊരു പ്ലേറ്റും പാത്രവും മെനക്കെടുത്തണ്ട. നമുക്ക് അത്രയും പാത്രം ക്ലീൻ ചെയ്യേണ്ടതും വരില്ല. അപ്പോൾ അത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഞാൻ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു തട്ടിലേക്ക് മറ്റത് വേകുന്ന സമയത്ത് നമുക്ക് ഇടിയപ്പം പീച്ചെടുക്കാം.
പിന്നെ കഴിഞ്ഞ തവണ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴേക്കും അതിലൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇടിയപ്പത്തട്ട് കറുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഞാനത് വാഷ് ചെയ്യാഞ്ഞിട്ടോ മെനയില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല കേട്ടോ. അതെനിക്ക് തോന്നുന്നു സ്റ്റീലിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. കാരണം ഇതിന് മുമ്പ് വാങ്ങിച്ച ഇടിയപ്പ ചെമ്പിൽ തട്ടിൽ ഇപ്പോഴും ഒരു കുഴപ്പമില്ല. അതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പുതിയ തട്ടിനാണ് ആ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. അതെന്താണെന്ന് അറിയില്ല അങ്ങനെ വന്നത്. അത് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല, അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് എപ്പോഴെപ്പോഴും കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമല്ലേ, ചെറിയൊരു കംപ്ലൈൻറ്റ് കാണുമ്പോഴത്തേന് വലിച്ചെറിഞ്ഞിട്ട് അടുത്തത് വാങ്ങിക്കാൻ പോകാൻ നമ്മൾ കോടീശ്വരന്മാരൊന്നുമല്ലല്ലോ. ചെറിയൊരു വരുമാനത്തിലൊക്കെ ജീവിച്ചു പോകുന്ന പാവപ്പെട്ട ആളുകളല്ലേ. കഥയൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് കൂട്ടി മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് വേറൊരു പരിപാടിയും കൂടെ ചെയ്യണം. ഇവിടെ മുട്ടക്കറി വെക്കുന്ന സമയത്തെ ചില ആളുകൾക്ക് ഇഷ്ടമല്ല, ചില ആളുകൾ മഞ്ഞ കഴിക്കൂല, ചില ആളുകൾക്ക് പുഴുങ്ങിയത് വേണ്ട, അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരുടെയും ഇഷ്ടം കണക്കിലെടുത്ത് തന്നെയാണ് നമ്മളിവിടെ മുട്ടക്കറി ആണെങ്കിലും വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇളയ ആൾക്ക് ഇങ്ങനെ പുഴുങ്ങിയത് ഇഷ്ടമല്ല, അവളത് പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊന്നും കഴിക്കില്ല, മഞ്ഞ ഒന്നും കഴിക്കില്ല. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒന്ന് ഉടച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഒഴിക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്കും ഉടച്ചൊഴിച്ച മുട്ടക്കറി തന്നെയാണ് ഇഷ്ടം. ഈ ഉടച്ചൊഴിക്കുന്നത് കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് രീതിയിലുള്ള കറിയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു മസാലയുടെ ആ ഒരു ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. കാരണം ഉണ്ണിയിലൊക്കെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊന്ന് അടച്ചിട്ടിട്ടോ തുറന്ന് വെച്ചിട്ടോ ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമ്മുടെ ആ ഒരു ഇടിയപ്പം വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം നമ്മൾ ഈ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ വെച്ചു. അപ്പോൾ അധികം പാത്രങ്ങളൊന്നും നമുക്ക് കഴുകാനുമില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് അധികം പാത്രങ്ങളൊന്നും കഴുകാനില്ല. അപ്പോഴേ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് മുട്ട വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് തന്നെ ഒന്ന് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി മുട്ട ഒലിക്കുന്ന സമയത്ത് അടന്നു പോകുന്ന എല്ലാവരും പറയാറുണ്ട്. ഇപ്പം ഞാനൊരു കയ്യിൽ ഫോണും പിടിച്ച് ഒറ്റ കൈ കൊണ്ടിട്ടാണ് ഒലിക്കുന്നത്. ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കുക, അല്ലെങ്കിൽ രണ്ട് കയ്യിലും കൂടി ഇട്ടിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ കൈക്കാണ് നമുക്ക് സിമ്പിളായിട്ട് തോലൊക്കെ ഒലിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഒരുപാട് വഴികൾ പറയാറുണ്ട്, കുപ്പിയിലിട്ട് ഷേക്ക് ചെയ്യുക, സ്പൂൺ ഇട്ടിട്ട് അടത്തിയെടുക്കാം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ ഏറ്റവും സിമ്പിൾ ഈ ഒരു വേ തന്നെയല്ലേ, നമുക്ക് എളുപ്പത്തിൽ. ഇനി ഇതൊന്നും കൂടാതെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ അതും എനിക്ക് പറഞ്ഞു തരണേ. അപ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴും പാത്രങ്ങളൊന്നും എനിക്ക് കഴുകാനില്ല. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് നല്ല ക്ലീനായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താ, ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് സ്കൂളിൽ പോകാനായിട്ട് ഫുഡ് എടുക്കാനൊക്കെ വരും. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ആ സമയം കൊണ്ട് നിങ്ങളൊരു കൂട്ടം കണ്ടിട്ട് വരും കേട്ടോ. ഇതൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പോഴേ നമ്മൾ ആമസോണിൽ നിന്ന് 200 രൂപ താഴെയായിട്ട് 3-4 കുർത്തീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ക്രേപ്പ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. നോർമലി ഇങ്ങനത്തെ കുർത്തികളൊക്കെ വരുന്ന സമയത്ത് എനിക്കൊരു ഹൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. അത്യാവശ്യം ഹൈറ്റുള്ള ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് മുട്ടിന് മുകളിലാണ് നിൽക്കാറുള്ളത്. പക്ഷേ ഇത് വന്നിട്ട് എനിക്ക് നല്ല രീതിക്ക് ഇറക്കത്തിലും നല്ല ഫിറ്റിങ്സിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട് കേട്ടോ. എനിക്കത് ഒരുപാട് ഇഷ്ടം. അപ്പോൾ നമുക്ക് അടുത്തതും കൂടെ നോക്കിയാലോ. അപ്പോഴേ അടുത്തത് ഈ ഒരു കളറിലാണ്. ഇതും അതേ ക്രേപ്പ് മെറ്റീരിയൽ തന്നെയാണ്. ഇത് നല്ല ഇറക്കമുണ്ട്, നല്ല എന്താ പറയുക, നമ്മളെപ്പോഴും വരുമ്പോൾ ചില വയറിൻ്റെ ഭാഗം ടൈറ്റ്, ചെസ്റ്റ് ഭാഗം ടൈറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. ഇതങ്ങനെയൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണോ ആഗ്രഹിച്ചത് ആ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ഇതും നല്ലൊരു കളറായിരുന്നു. ഈ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിപ്പോൾ ജീൻസിൻ്റെ കൂടെയാണെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു ലെഗിൻസിൻ്റെ കൂടെയാണെങ്കിലും പാൻറ്റിൻ്റെ കൂടെയും ഒക്കെ നമുക്കിത് പോകാവുന്നതുള്ളൂ. ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കോളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതുപോലുള്ള ചൈനീസ് കോളറോ അതാണ് കേട്ടോ. അടുത്തത് ഇതാണ്. ഇത് കളറ് കണ്ടിട്ട് ഞാൻ എടുത്തതാണ്. സംഭവം നല്ലതാണ്. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഭാഗത്തും ഇതുപോലൊരു ഞൊറിവൊക്കെ ഉണ്ട്, കയ്യിലുണ്ട്. ഇതും ഈ പറഞ്ഞതുപോലെ നല്ല ഇറക്കത്തിലും അതുപോലെ തന്നെ അത്യാവശ്യം സൈസിലും ഒക്കെ ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു മോഡൽ മെറ്റീരിയലാണ് എങ്കിലും ഇത് ആ ഒരു റേറ്റിൽ സൂപ്പറായിട്ട് വരുന്നവരെ ഞാൻ വേറൊരു ഇതും കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കുക. സംഭവം പൊളിയായിരുന്നു അത്. പക്ഷേ അത് കോട്ടണിലായിരുന്നു. എനിക്കത് വയറിൻ്റെ ഭാഗത്തൊരു ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് താഴ്ത്ത് കൊടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.